ഈശ്വംശിയാക്കി സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7, 8, 9 അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് വചനഭാഗത്തിലേക്ക് പോകാം. അധ്യായം 7, ചോദ്യം 174. ഏത് ദേശത്ത് സഞ്ചരിക്കാനാണ് ഈശോ ഇഷ്ടപ്പെടാതിരുന്നത്? ഉത്തരം യൂദാദേശത്ത്. വാക്യം 7:1. 175. ആരാണ് കൂടാരത്തിരുന്നാൾ ആഘോഷിച്ചിരുന്നത്? ഉത്തരം യഹൂദർ. വാക്യം 7:2. 76. 176. നീ ഏത് പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദായിലേക്ക് പോകുക? 7:3 ഈ വചനം ആരോട് പറഞ്ഞു? ഉത്തരം യേശുവിൻ്റെ സഹോദരന്മാർ യേശുവിനോട്. 177. ആരാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതിരുന്നത്? ഉത്തരം അവൻ്റെ സഹോദരന്മാർ. വാക്യം 7:5. 178. എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല. ഇപ്രകാരം പറഞ്ഞ് ഈശോ എവിടെയാണ് താമസിച്ചത്? ഉത്തരം ഗലീലയിൽ. വാക്യം 7:6. 179. എപ്പോഴാണ് യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങിയത്? ഉത്തരം തിരുനാൾ പകുതിയായപ്പോൾ. വാക്യം 7:14. 180. എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, പിന്നെയോ? ഉത്തരം എന്നെ അയച്ചവൻ്റെ. വാക്യം 7:16. 181. തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്, അവനിൽ എന്ത് ഇല്ല എന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം അനീതിയില്ല. വാക്യം 7:18. 182. മോശയുടെ നിയമം അനുസരിച്ച് യഹൂദർ എപ്പോഴാണ് പരിച്ഛേദനം നൽകിയിരുന്നത്? ഉത്തരം സാബത്തിൽ. വാക്യം 7:22. 183. പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ എങ്ങനെ വിധിക്കുവിൻ എന്നാണ് യോഹന്നാൻ 7:24 പറയുന്നത്? ഉത്തരം നീതിക്കായി. 184. ജെറുസലേം നിവാസികളിൽ ചിലർ സംശയത്തോടെ ചോദിച്ചത് എന്താണ്? ഉത്തരം ഇവനാണോ ക്രിസ്തു? 185. ആര് നിങ്ങൾക്ക് അറിയില്ല എന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം എന്നെ അയച്ചവനെ. വാക്യം 7:28. 186. പുരോഹിത പ്രമുഖരും ഫരിസേയരും സേവകരെ അയച്ചത് എന്തിന്? ഉത്തരം യേശുവിനെ ബന്ധിക്കാൻ. വാക്യം 7:29. 187. നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. ഈശോ പറഞ്ഞ ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാകാത്തത് ആർക്ക്? ഉത്തരം യഹൂദർക്ക്. വാക്യം 7:35. 188. ആരെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എപ്പോഴാണ് ഈശോ ഈ വചനം പറഞ്ഞത്? ഉത്തരം തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ. വാക്യം 7:37. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. ഏത് പഴയ നിയമഗ്രന്ഥത്തിലാണ് ഈ വചനം? ഉത്തരം യെശയ്യാ 44, യെശയ്യാ 56:1, യെശയ്യാ 58:11, സുഭാഷിതം 18:14. 190. തന്നിൽ വിശ്വസിക്കുന്നവൻ സ്വീകരിക്കാനിരിക്കുന്ന എന്തിനെക്കുറിച്ചാണ് ജീവജലത്തിൻ്റെ അരുവി എന്ന് ഈശോ പറഞ്ഞത്? ഉത്തരം ആത്മാവ്. വാക്യം 7:39. ക്രിസ്തു ആരുടെ സന്താന പരമ്പരയിൽ നിന്നാണ് വരുന്നതെന്നാണ് വിശുദ്ധ ലിഖിതം പറയുന്നത്? ഉത്തരം ദാവീദിൻ്റെ. വാക്യം 7:42. എന്തിനെക്കുറിച്ചാണ് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായത്? ക്രിസ്തുവിനെക്കുറിച്ച്. വാക്യം 7:42. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാത്തതെന്ന് ആരോടാണ് ചോദിച്ചത്? ഉത്തരം സേവകന്മാരോട്. 7:43. അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം സേവകന്മാർ. വാക്യം 7:46. നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ശപിക്കപ്പെട്ടതാണ്. ആരാണിത് പറഞ്ഞത്? ഫരിസേയർ. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കുകയും അവൻ ചെയ്യുന്നതെന്തെന്നറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? ആരാണ് ഇങ്ങനെ ചോദിച്ചത്? നിക്കോദമോസ്. വാക്യം 7:50. ഒരു പ്രവാചകനും എവിടെ നിന്ന് വരുന്നില്ല എന്നാണ് ഫരിസേയർ പറഞ്ഞത്? ഗലീലയിൽ നിന്നും. 7-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 53 വാക്യങ്ങൾ. അധ്യായം 8, ചോദ്യം 199. ഈശോ ദേവാലയത്തിൽ നിന്നും എവിടേക്കാണ് പോയത്? ഒലിവുമലയിലേക്ക്. 8:1. 200. എപ്പോഴാണ് ഈശോ തിരികെ ദേവാലയത്തിൽ വന്നത്? ഉത്തരം അതിരാവിലെ. 8:22. നിയമജനം ഫരിസേയരും യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നത് ആരെ?
ഉത്തരം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ 8:3. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നാണ് മോശയുടെ നിയമത്തിൽ പറയുന്നത്? ഉത്തരം കല്ലെറിയണമെന്ന്. 8:51. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കൊണ്ടുവന്ന് യേശുവിൻ്റെ അടുത്ത് നിർത്തിയിട്ട് നീ എന്ത് പറയുന്നുവെന്ന് യഹൂദർ ചോദിച്ചത് എന്തിന്? ഉത്തരം യേശുവിൽ കുറ്റം ആരോപിക്കാൻ. 8:6. യേശു അപ്പോൾ എന്ത് ചെയ്തു? ഉത്തരം കുനിഞ്ഞു വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. വാക്യം 8:6. യേശു എന്താണ് യഹൂദ പ്രമാണിമാരോട് പറഞ്ഞത്? ഉത്തരം നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ. വാക്യം 8:8. ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ഈശോ ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട്. 8:11. തന്നെ അനുഗമിക്കുന്നവർക്ക് എന്ത് ഉണ്ടായിരിക്കും എന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം ജീവൻ്റെ പ്രകാശം. 8:13. ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ എനിക്കറിയാം, അതുകൊണ്ട് എൻ്റെ സാക്ഷ്യം എന്താണെന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം സത്യമാണ്. 8:14. ദേവാലയത്തിൽ എവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമെന്ന് ഈശോ പറഞ്ഞത്? ദേവാലയത്തിൽ ഭണ്ഡാരസ്ഥലത്തിനടുത്ത്. എന്തുകൊണ്ടാണ് നിങ്ങൾ പാപത്തിൽ മരിക്കുമെന്ന് ഈശോ യഹൂദരോട് പറഞ്ഞത്? ഞാൻ തന്നെ എന്ന് വിശ്വസിക്കാത്തതുകൊണ്ട്. വാക്യം 8:24. നിങ്ങൾ എപ്പോൾ എന്നെ മനസ്സിലാക്കുമെന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ. വാക്യം 8:28. വിവരണം. ഈശോയുടെ മരണസമയത്ത് ഗാഗുൽത്തായിൽ ക്രൂശിന്മേൽ ഈശോയുടെ ശരീരം ഉയർത്തപ്പെട്ടപ്പോൾ ഭൂമിയിലുണ്ടായ മാറ്റം കണ്ട് സത്യമായും ഇവൻ ദൈവപുത്രനെന്ന് അവർ പറഞ്ഞു. 212. എന്തെന്ന് എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, അവിടുന്ന് എന്നെ തനിയെ വിടുകയില്ല, കാരണം ഞാൻ അവിടുത്തേക്ക് ഇഷ്ടമുള്ള പ്രവർത്തിക്കുന്നു. ഈശോ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? വളരെ പേർ അവനിൽ വിശ്വസിച്ചു. വാക്യം 8:30. എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. യേശു ആരോടാണ് ഈ വചനം പറഞ്ഞത്? ഉത്തരം തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. 8:31. ഞങ്ങൾ അബ്രഹാത്തിൻ്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമയായിരുന്നിട്ടില്ല. ആരാണ് ഇങ്ങനെ ഈശോയോട് പറഞ്ഞത്? ഉത്തരം യഹൂദർ. പാപം ചെയ്യുന്നവൻ എന്തിൻ്റെ അടിമയാണെന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം പാപത്തിൻ്റെ അടിമ. 8:34. ആരും നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആക്കപ്പെടും എന്നാണ് ഈശോ പറഞ്ഞത്? പുത്രൻ. വാക്യം 8:36. നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു, കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. ഈശോ ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം യഹൂദന്മാരോട്. 8:37. ആരാണ് നിങ്ങളുടെ പിതാവെന്നാണ് ഈശോ യഹൂദന്മാരോട് പറഞ്ഞത്? ഉത്തരം പിശാച്. 8:44. ദൈവത്തിൽ നിന്ന് ഉള്ളവൻ എന്തു ചെയ്യുമെന്നാണ് ഈശോ യഹൂദന്മാരോട് പറഞ്ഞത്? ഉത്തരം ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നു. 8:47. ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവന് എന്ത് സംഭവിക്കും എന്നാണ് യോഹന്നാൻ 8:51 പറയുന്നത്? ഉത്തരം അവനൊരിക്കലും മരിക്കുകയില്ല. ആരാണ് എന്നെ മഹത്വപ്പെടുത്തുന്നതെന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം പിതാവ്. ആര് ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് എന്നാണ് ഈശോ പറഞ്ഞത്? അബ്രഹാം. യഹൂദർ യേശുവിനെ എറിയാൻ കല്ലെടുത്തപ്പോൾ യേശു എന്തു ചെയ്തു? അവരിൽ നിന്നും മറഞ്ഞ് ദേവാലയത്തിന് പുറത്തുപോയി. അധ്യായം 9. ചോദ്യം 224. ജന്മന അന്ധനായവനെ കണ്ട് ശിഷ്യന്മാർ എന്താണ് യേശുവിനോട് ചോദിച്ചത്? ഉത്തരം ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? വാക്യം 9:1. എന്തിനു വേണ്ടിയാണ് അയാൾ ജന്മന അന്ധനായി തീർന്നതെന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവനിൽ പ്രകടമാകേണ്ടതിന്. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ഈ വചനത്തിൻ്റെ അധ്യായവും വാക്യവും പറയുക. ജോൺ 9:4. ആരാണ് ലോകത്തിൻ്റെ പ്രകാശം? ഉത്തരം ക്രിസ്തു. 9:6. സിലഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? അയക്കപ്പെട്ടവൻ. ഉത്തരം അയക്കപ്പെട്ടവൻ. 9:7.
യേശു എന്ന പേരുള്ള ഒരു മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി സിലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം, കാഴ്ച ലഭിച്ച മനുഷ്യൻ തന്നെ സംശയിച്ചവരോട്. വാക്യം 7, 9, 11. മുൻപ് അന്ധനായിരുന്ന അവനെ അവർ ആരുടെ അടുത്തേക്ക് കൊണ്ടുപോയി? ഉത്തരം, ഫരിസയരുടെ അടുത്തേക്ക്. 9, 13. യേശു അന്ധന് കാഴ്ച കൊടുത്തത് ഏത് ദിവസമാണ്? ഉത്തരം, സാബത്ത് ദിവസം. വാക്യം 9, 14. എന്തിനാണ് ഫരിസയരുടെ ഇടയിൽ ഭിന്നതയുണ്ടായത്? ഉത്തരം, യേശുവിനെക്കുറിച്ചുള്ള തർക്കം. അവൻ അന്ധനായി തീർന്നിരുന്നുവെന്നും കാഴ്ച പ്രാപിച്ചുവെന്നും കാഴ്ച ലഭിച്ചവൻ്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുവോളം ആരാണ് വിശ്വസിക്കാതിരുന്നത്? യഹൂദന്മാർ. 9, 18. അത് അവനോട് തന്നെ ചോദിക്കുവിൻ, അവന് പ്രായമായല്ലോ, തന്നെക്കുറിച്ച് അവൻ തന്നെ പറയും. കാഴ്ച ലഭിച്ചവൻ്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറയാൻ കാരണമെന്ത്? ഉത്തരം, യഹൂദരെ ഭയന്നിട്ട്. 9, 22. യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ എവിടെ നിന്നും പുറത്താക്കുമെന്നാണ് യഹൂദർ തീരുമാനിച്ചത്? ഉത്തരം, സിനഗോഗിൽ നിന്നും. വാക്യം 9, 22. സുഖം പ്രാപിച്ചവൻ നിങ്ങളും അവൻ്റെ ശിഷ്യരാകാൻ ഇച്ഛിക്കുന്നുവോ എന്ന് ആരോടാണ് ചോദിച്ചത്? യഹൂദരോട്. ഞങ്ങൾ ആരുടെയും ശിഷ്യന്മാരാണ് എന്നാണ് യഹൂദന്മാർ പറഞ്ഞത്? ഉത്തരം, മോശയുടെ. സുഖം പ്രാപിച്ചവൻ യേശുവിനെക്കുറിച്ച് ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ യഹൂദർ അയാളെ എന്തു ചെയ്തു? ഉത്തരം, അവർ അവനെ സിനഗോഗിൽ നിന്നും പുറത്താക്കി. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 9 അന്ധനെ സുഖപ്പെടുത്തുന്നുവെന്ന ശേഷത്തിൽ എത്ര വാക്യമുണ്ട്? ഉത്തരം, 34 വാക്യം. യേശു എന്താണ് സുഖം പ്രാപിച്ചവനോട് ചോദിച്ചത്? ഉത്തരം, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? 9, 35. യേശു എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? ഉത്തരം, ന്യായവിധിക്കായിട്ട്. വാക്യം 9, 39. നിങ്ങൾ അന്ധരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? ഉത്തരം, ഫരിസയരോട്. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ പ്രണമിച്ചത് ആര്? ഉത്തരം, ഈശോ സുഖപ്പെടുത്തിയ ജന്മന അന്ധനായവൻ. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. ഇത്രയും നേരം ഈ വചനഭാഗം ശ്രവിച്ചിരുന്നു. ഈ വചനഭാഗം അടുത്ത ഒരു എപ്പിസോഡ് കൂടി യോഹന്നാൻ്റെ സുവിശേഷം തീരും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഗലാത്യരുടെ ഒരു ലേഖനത്തിൻ്റെ ഫുൾ അധ്യായം ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ നന്ദി.